ഏറെക്കാലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് ആശ്വാസമേകിക്കൊണ്ട് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഭൂമിക്കടിയിൽ വൻതോതിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വ ജില്ലയിലെ തർബിലയിലാണ് ഈ അമൂല്യമായ മഞ്ഞലോഹത്തിന്റെ സാന്നിധ്യം മണ്ണ് പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പുതിയ സ്വർണ്ണ നിക്ഷേപം പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫെഡറേഷൻ മുൻ വൈസ് പ്രസിഡന്റായ ഹനീഫ് ഗോഹാർ പുറത്തുവിട്ട വിവരങ്ങൾ രാജ്യത്തിന് വൻ പ്രതീക്ഷ നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 63,000 കോടി ഡോളറിന്റെ മൂല്യമുള്ള സ്വർണമാണ് തർബിലയിലുള്ളത്. ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ദുരവസ്ഥയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ നിലവിലെ പൊതുകടം ഒറ്റയടിക്ക് വീട്ടാൻ സാധിക്കുന്ന അത്രയും സ്വർണം തർബിലയിലുണ്ട്. വർദ്ധിച്ചു വരുന്ന വായ്പകളും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ കുറവും കാരണം പാകിസ്ഥാന്റെ പൊതുകടം 76 ട്രില്യൺ പാകിസ്ഥാൻ രൂപ കടന്ന് റെക്കോർഡ് ഉയരത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഈ കണ്ടെത്തൽ. പുതിയ സ്വർണ്ണ ശേഖരം ഫലപ്രദമായി ഖനനം ചെയ്യാനായാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല. സ്വർണ്ണ നിക്ഷേപം സ്ഥിരീകരിച്ചതോടെ ഖനനം തുടങ്ങാനുള്ള നടപടികൾക്ക് പാകിസ്ഥാൻ അധികൃതർ വേഗം കൂട്ടിയിരിക്കുകയാണ്. പരിശോധനാ ഫലം ലഭിച്ച ഉടൻ തന്നെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ കൗൺസിൽ മേധാവിയെ ഹനീഫ് ഗോഹാർ ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഖനനത്തിനായി ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും ആവശ്യമുണ്ട്. അതിനാൽ ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും പ്രമുഖ ഖനന കമ്പനികളുമായി പാകിസ്ഥാൻ അധികൃതർ ചർച്ചകൾ ആരംഭിച്ചു. പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്കുമായും വിഷയത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിയുടെ അനുമതി ലഭിക്കുന്നതോടെ തർബിലയിൽ ഖനനം ആരംഭിക്കുമെന്നും ഹനീഫ് ഗോഹാർ വ്യക്തമാക്കി. തർബിലയിലെ ഈ പുതിയ കണ്ടെത്തലിന് പുറമെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ റിക്കോ ദിക് സ്വർണം ചെമ്പ് ഖനിയും രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇവിടെയും വൻതോതിൽ സ്വർണവും ചെമ്പും ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം 26 ദശലക്ഷം ഔൺസ് സ്വർണവും 15 ദശലക്ഷം ടൺ ചെമ്പുമാണ് റിക്കോ ദിക്കിൽ ഉള്ളതായി കണക്കാക്കുന്നത്. ഇവിടെ ഖനനം തുടങ്ങാനായി വിദേശ നിക്ഷേപം തേടിയിരുന്നു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുകയും ഖനന പ്രവർത്തനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഈ പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും സുരക്ഷാ പ്രശ്നങ്ങളും ഖനനത്തിനൊരു വെല്ലുവിളിയായിരുന്നു. തർബിലയെ സംബന്ധിച്ചിടത്തോളം അത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാത്ത മേഖലയാണ് എന്നത് ഈ പദ്ധതിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഈ പുതിയ കണ്ടെത്തലുകൾ സാമ്പത്തിക ലോകത്ത് വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ തന്നെ ആഗോള വിപണിയിലെ സ്വർണ്ണവിലയിലും ചാഞ്ചാട്ടം ദൃശ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറഞ്ഞു വന്നിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ 1 ഔൺസ് സ്വർണത്തിന്റെ വില വീണ്ടും $3,400 എത്താനുള്ള ശ്രമത്തിലാണ്. മുൻപ് ഇത് $3,930 വരെ കുറഞ്ഞ ശേഷമാണ് ഈ മുന്നേറ്റമുണ്ടായത്. ഈ വർധനവ് ലോകമെമ്പാടുമുള്ള സ്വർണ്ണവില കൂടാൻ കാരണമായേക്കും. ആഗോള ട്രെൻഡിനനുസരിച്ച് കേരളത്തിലെ സ്വർണ്ണവിലയിലും ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. 1 പവൻ സ്വർണത്തിന് 320 രൂപ വർദ്ധിച്ച് 89,400 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 40 രൂപ വർദ്ധിച്ച് 11,175 രൂപയിലും എത്തി. സ്വർണ്ണവിലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചാഞ്ചാട്ടം തുടരുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കൻ ഡോളറിന്റെ പ്രകടനമാണ് സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ഡോളർ സൂചിക 100 എന്ന നിരക്ക് പിന്നിട്ട് മുന്നേറുന്നത് സ്വർണ്ണവില കുറഞ്ഞേക്കാനുള്ള സൂചന നൽകുന്നുണ്ടെങ്കിലും ഡോളറും ഇന്ത്യൻ രൂപയും ഒരുമിച്ച് മൂല്യം വർദ്ധിപ്പിച്ചാൽ മാത്രമേ വിലയിൽ കാര്യമായ കുറവുണ്ടാകാൻ സാധ്യതയുള്ളൂ. തർബിലയിലെ സ്വർണ്ണ നിക്ഷേപം സാമ്പത്തികമായി നിലയില്ലാ കയത്തിലായ പാകിസ്ഥാന് ലഭിച്ച ഒരു ഭാഗ്യരേഖയാണ്. റിക്കോ ദിക്കിന് പിന്നാലെയുള്ള ഈ കണ്ടെത്തൽ രാജ്യത്തിന് വിദേശ നാണ്യ വരുമാനം വർദ്ധിപ്പിക്കാനും കടബാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഈ അമൂല്യ സമ്പത്ത് ഫലപ്രദമായി ഖനനം ചെയ്തെടുക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പാകിസ്ഥാന്റെ ഭാവി.